ISL 12ാം സീസൺ ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. പറയാനിൽ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പ്രണയതാക്കൾക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ എങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇന്ന് ISL ഡേ ആണ്. കാത്തിരുന്ന് അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് തുടക്കമാവുകയാണ്. മറ്റ് രാജ്യങ്ങളിലെ ലീഗൊക്കെ തന്നെ മത്സരങ്ങൾ തുടങ്ങി അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. 26ാം ആഴ്ചയിലെ മത്സരമൊക്കെ തന്നെ എത്തി നിൽക്കുമ്പോഴാണ് ഇവിടെ ആദ്യമായി അല്ലെങ്കിൽ ഈ സീസണിലെ ആദ്യത്തെ മത്സരത്തിന് അങ്ങനെ പന്തുരുളാൻ പോകുന്നേ ഉള്ളൂ. നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ സീസണിൽ നടക്കുമോ എന്ന് പോലും വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ തന്നെ ഒപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അങ്ങനെ ലീഗ് സംഭവിപ്പിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. പലവരുടെയും പണി പോയി, ഇല്ല പല ടീമുകളും താരങ്ങളുടെ സാലറി വെട്ടിക്കുറിച്ചു. പല താരങ്ങളും ഇവിടെ നിന്ന് പിരിഞ്ഞ് വേറെ വല്ല നാടുകളിലേക്കൊക്കെ തന്നെ പോയി. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ താരങ്ങളെയും അല്ലെങ്കിൽ ഇവിടെ നിന്ന താരങ്ങൾക്കും എങ്ങനെയെങ്കിലും കളിച്ചാൽ മതി എന്നുള്ള തരത്തിലാണ് ഇത്തവണ ലീഗ് നടക്കുന്നത്. അങ്ങനെ ആ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇത്തവണ ലീഗ് ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ, നോക്കൌട്ട് ഫേസ് ഉണ്ടാകില്ല. അതും ഒറ്റ റൗണ്ട് മാത്രമായിരിക്കും ലീഗ് ഉണ്ടാവുക. എന്തായാലും പതിവ് പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഉദ്ഘാടന മത്സരത്തിനുണ്ടാവുക. ഇത് പുതിയ കാഴ്ചയല്ല. കാരണം മിക്കവാറും സീസണുകളിലൊക്കെ തന്നെ ഒരു വശത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഉദ്ഘാടന മത്സരത്തിൽ. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെയാണ് നേരിടുക. അവരുടെ തട്ടകമായ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് വൈകുന്നേരം 5 മണിക്കാണ് ഇന്നത്തെ മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ നായകൻ അഡ്രിയാൻ ലൂണയും നോഹ സദോയും ഹെസൂസ് ഹിമിനെ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ ഈ പ്രതിസന്ധി മൂലം ക്ലബ്ബ് വിട്ടിരുന്നു. പകരം പുതിയ ചില താരങ്ങളെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ താരങ്ങളിലും പ്രതീക്ഷ വെച്ചിട്ടാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. പല താരങ്ങളെ പോലും ആരാധകർക്ക് പോലും അങ്ങനെ പരിചിതമായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നിരുന്നാൽ പോലും ടീമാണ് വലുത്. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിസന്ധികൾക്കിടയിലും മികച്ച പ്രകടനം നടത്തി ഇത്തവണ കപ്പടിക്കുമല്ലോ ഉള്ളതുള്ള വീണ്ടും ആ കാത്തിരിപ്പ് തുടരുകയാണെങ്കിലും നമുക്ക് നോക്കാം. എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.